അടുപ്പിച്ചുള്ളതായ പരീക്ഷകൾ, പരീക്ഷ തീരുന്ന ദിവസം ഓരോ ദിവസത്തെയും സംഘർഷം ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ തീരുന്ന ദിവസം ദാനിയേൽ എന്ന സെമിനാരി വിദ്യാർത്ഥി ആരോടും പറയാതെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കടൽ തീരത്തേക്ക് പോയി. അദ്ദേഹം 4-ാം ചെറിയിൽ നിന്നിറങ്ങി ശംഖുമുഖം കടൽ തീരത്തേക്കുള്ള ബസ് പിടിച്ചു. ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ശംഖുമുഖം കടൽ തീരത്തിലേക്കുള്ള ബസ്സിലാണ്. അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ മത്സ്യ കച്ചവടം നടത്തുന്ന കുറച്ച് സ്ത്രീകൾ ബസ്സിലേക്ക് കയറി. മീനിന്റെ ഗന്ധമുണ്ട്, ഇത് സന്ധ്യയാണ്, മീൻ വിറ്റതിന് ശേഷം അവർ മടങ്ങിപ്പോവുകയാണ് സ്ത്രീകൾ. അവരുടെ പാത്രങ്ങളൊക്കെ ബസ്സിൽ കയറ്റി. കലപില ശബ്ദമുണ്ട്. ഈ ബസ്സിന്റെ ഒരു മൂലക്കിരിക്കുന്ന ദാനിയേൽ എന്ന് പറയുന്ന പൂർണ്ണത്തിൽ അച്ഛന്റെ അടുക്കൽ ഒരമ്മ, ആ കൂട്ടത്തിൽ മത്സ്യം വിൽക്കുന്ന ഒരു സ്ത്രീ വന്നിരുന്നിട്ട് നമുക്കറിയാം, മത്സ്യം വിൽക്കുന്ന സ്ത്രീകൾ പകൽ അന്ത്യോളം അധ്വാനിച്ചവരാണ്. പരുഷമായ വാക്കുകളാണ്. കുഞ്ഞെ, നീ എവിടെ പോവുക? പൂർണ്ണത്തിലച്ഛൻ പറഞ്ഞു, ഞാൻ ശംഖുമുഖം കടൽ തീരത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, നീ എന്നെ കാണാൻ പോവുകയാണ്? ഈ സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ കടൽ കാണാൻ, ബീച്ചിൽ സമയം ചെലവഴിക്കാനായിട്ട് വന്നു. എന്റെ കുഞ്ഞെ, കടലിൽ നിന്നും ചാടി ചത്തേക്കരുത്. നിന്റെ പ്രായത്തിൽ എനിക്കും ഒരു മകനുണ്ടായിരുന്നു. അവൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവനെ നഷ്ടപ്പെട്ടതാണ്. എന്നാൽ ഓരോ സന്ധ്യയിലും പ്രാതൽ വിളക്ക് വെച്ചിട്ട് എന്റെ കുഞ്ഞ് മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ രാവും തീരുന്നത്. എന്റെ കുഞ്ഞ്, നിനക്ക് ഒരമ്മയുണ്ടാവും. ഈ രാവ് തീരുന്നതിന് മുൻപ് നീ വീട്ടിൽ മടങ്ങി ചെല്ലണം. നിന്റെ അമ്മ അവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. പൂർണ്ണത്തിൽ അച്ഛന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഈ രാവ് തീരും മുൻപേ ദൈവത്തിന് അമ്മമാരുടെ മനസ്സാണ്. ദൈവത്തിന് അമ്മയുടെ മനസ്സാണ് എന്ന് പൂർണ്ണത്തിൽ അച്ഛൻ ആ പുസ്തകത്തിൽ എഴുതി. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം 2 അമ്മമാരുടെ കൂടിവരവാണ്. 2 അമ്മമാരുടെ ജീവിതാനുഭവമാണ്. 2 അമ്മമാർ ചേർന്ന് വന്നപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഞാൻ ഇന്ന് പ്രധാനമായും 2 ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, എ ജേർണി ഫ്രം ഷെയിംഫുൾ എക്സ്പീരിയൻസ് ടു ഗ്ലോറിഫൈഡ് എക്സ്പീരിയൻസ്. A journey from shameful experience to glorified experience. അപമാനിതമാകുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തെ മഹത്വീകരിക്കുന്ന അനുഭവങ്ങളിലേക്കുള്ള ജീവിതയാത്ര. പഴയ നിയമത്തിൽ അനാവീം ഓഫ് യാവേ ഒരു ഫ്രേസാണ്. അനാവീം ഓഫ് യാവേ. അനാവി എന്ന് പറഞ്ഞാൽ ഹീബ്രു പദത്തിന്റെ അർത്ഥം റെമനന്റ് എന്നാണ്. റെമനന്റ് ഓഫ് ഗോഡ്. റെമനന്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം അവശിഷ്ടങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ അവശിഷ്ടങ്ങൾ. പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റ് ആണ് ദൈവത്തിന്റെ അവശിഷ്ടങ്ങൾ. അനാവീം ഓഫ് യുവർ ഗോഡ് യാവേ. വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞത് മേരി ഈസ് ദ കൾമിനേഷൻ ഓഫ് അനാവീം ഓഫ് യാവേ ഇൻ ബിറ്റ്വീൻ ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള ദൈവത്തിന്റെ അവശിഷ്ടങ്ങളുടെ കൂട്ടത്തിൽ പാരമ്യത്തിൽ ഉച്ചസ്ഥായി നിൽക്കുന്ന സ്ത്രീയാണ് മറിയ. എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ നമുക്കറിയാം, ആരും തിരിഞ്ഞു നോക്കില്ല. ഗന്ധമാണ്, വല്ലാത്ത നാറ്റമാണ്. നാറ്റമല്ലയോ വമിച്ചത് എന്റെ ജീവിതത്തിൽ. അപ്പോൾ റെമനന്റ് ഓഫ് ഗോഡ്, അനാവീം ഓഫ് യാവേ, അവശിഷ്ടങ്ങൾ പോലത്തെ ജീവിതം, ആർക്കും വേണ്ടാത്തതായ ജീവിതം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പർവ്വത പ്രസംഗം ആരംഭിക്കുമ്പോൾ പറയുന്നത്, those who are blessed in spirit,
Those who are poor in spirit, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉണ്ട്. അപ്പോൾ വേദപുസ്തകത്തിൽ പാർശ്വവത്കരിക്കപ്പെട്ടവർ, അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ, ഒരു സ്ഥാനവും ലഭിക്കാത്ത ആളുകൾ, എല്ലാവരും തള്ളപ്പെട്ട ആളുകൾ ദൈവത്തിന്റെ അവശിഷ്ടങ്ങൾ എന്നാണ് പറയുന്നത്. റെമനന്റ് ഓഫ് ഗോഡ്, അനാവീം ഓഫ് യാഹ്വേ. കന്യക മറിയാം ആ കൂട്ടത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്നയാളെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്ന് പറഞ്ഞാൽ കന്യക മറിയാമിന്റെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കും. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു, താണവരെ. അപ്പോൾ ഏറ്റവും താഴ്ചയുള്ള ഒരു സ്ത്രീയാണ് കന്യക മറിയാം. അപ്പോൾ അനാവീം ഓഫ് യാഹ്വേയുടെ ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് ദൈവമല്ലാതെ ഇനി ആശ്രയമായിട്ട് ആരുമില്ല. ദൈവം ഇടപെട്ടാൽ ഇടപെട്ടു, ഇനി ആരും സഹായിക്കാനായിട്ടില്ല. നമുക്കറിയാം, ചില ജീവിത കാര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യം ആരെങ്കിലും ഒക്കെ വിളിച്ച് അന്വേഷിക്കും, ആദ്യം ആരെങ്കിലും ഒക്കെ കൈനീട്ടും. എന്നാൽ പിന്നീട് അവർ പോലും അവരുടെ ജോലി തീർന്നു എന്നുള്ള കടപ്പാടിൽ അവർ മാറി നിൽക്കും. ദൈവത്തിന്റെ അവശിഷ്ടങ്ങൾ, അനാവീം ഓഫ് യാഹ്വേ, റെമനന്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതെ ഇനി വിടുവിപ്പാൻ ആരില്ല. എലിസബത്തിലേക്ക് വന്നാൽ സാധ്യതകളില്ലാതെ പോയ സ്ത്രീയാണ്. മറിയയുടെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞ ദൈവമല്ലാതെ സഹായിപ്പാൻ ആരുമില്ല. അതൊരു കൂട്ടർ. ഇനി ഒരു കൂട്ടരുണ്ട്, ദൈവത്തിന് പോലും വേണ്ടാത്തതായ ആളുകൾ. ദൈവം പോലും ഇടപെടത്തില്ല എന്നവർ പറയുകയാണ്. ഇനി ദൈവം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ ആലയത്തിലുണ്ട്. ഇനി ദൈവം പോലും എന്റെ കാര്യത്തിൽ ഇടപെടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് പള്ളിയിൽ വന്നിട്ടുണ്ട് ചില ജീവിതാനുഭവങ്ങളിൽ. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഭാഗത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഷെയിംഫുൾ എക്സ്പീരിയൻസ് ടു ഗ്ലോറിഫൈഡ് എക്സ്പീരിയൻസ്. അപമാനിക്കപ്പെട്ടതായ ജീവിതങ്ങൾ. ഈ അപമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാനം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുന്നവരെല്ലാം അപമാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തങ്ങളുടെ മാനം നിലനിർത്താൻ നമ്മളിങ്ങനെ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ അപമാനത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപമാനത്തിന്റെ പരിസരങ്ങളിൽ നിന്നും ദൈവത്തെ മഹത്വീകരിക്കുന്നതിലേക്കുള്ള യാത്രയാണ് വിശ്വാസ ജീവിതയാത്ര. അപമാനം സഹിക്കുന്നവർക്ക്, അപമാനപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ആത്മീക പരിഹാരമാണ് ക്രിസ്തീയ കൂട്ടായ്മ. അതിനാണ് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് കൂട്ടായ്മ യോഗമെന്ന് പേരിട്ടത്. നമ്മൾ പേരിട്ടതല്ല, നമ്മുടെ പഴമക്കാർ പേരിട്ടതാണ്. ഞാൻ നടത്തിയിട്ടുള്ള കൂട്ടായ്മകളിൽ എനിക്ക് ഏറ്റവും ഹൃദ്യമായി മനസ്സിലുള്ളത് ഞാൻ ഉളനാട് ബേദയിൽ മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അതിന്റെ കാരണം ഏറിയ ഇടോമിഷൻ മീറ്റിങ്ങുകൾക്കും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. പാട്ട് കഴിഞ്ഞ്, മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം, ബാക്കി അവർ പറഞ്ഞത്. എന്റെ പ്രസംഗം വന്നതാണ്. പിന്നെ ആശീർവാദം പറഞ്ഞാൽ മതി, ബാക്കിയുള്ള അവർ പറഞ്ഞു. ഈ പള്ളിയിൽ ഞാൻ നടത്തിയതിൽ ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്റെ മനസ്സിൽ ഇവിടുന്ന് പോയാലും അവശേഷിക്കുന്നത് ഈ സൈഡ് ഹോളിൽ കസേര വട്ടത്തിലിരുന്ന് 75ഓളം സ്ത്രീകൾ റൗണ്ടിലിരുന്ന് നടത്തിയ സേവികാസംഘം. അന്ന് പുറത്തിറങ്ങിയ ഒരാൾ പറഞ്ഞു, ആത്മീയത തീരെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വേണ്ട, സേവികാസംഘം മീറ്റിംഗിൽ ഞാൻ നടത്തിയതിൽ ഏറ്റവും വലുതായി എനിക്ക് തോന്നിയിട്ടുള്ളത് 96 സ്ത്രീകൾ ഓഡിറ്റോറിയത്തിൽ വന്ന് വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു പോയി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കിട്ടിയ ഒരു ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞതാണ്. നമ്മളതിനെ കൂത്തുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ കൂടിവരവുകൾ മീനിങ്ഫുൾ ആണ്. നമ്മൾ പരമ്പരാഗതത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തയ്യാറാണ്. നമുക്ക് പാട്ട് വേണം, പ്രാർത്ഥന വേണം, പ്രസംഗം വേണം, എല്ലാം നല്ലതാണ്. എന്നാൽ നമ്മുടെ കൂടിവരവുകൾ മീനിങ്ഫുൾ ആകുന്നത് കടന്നു വരുന്നവർക്ക് സംസാരിക്കാൻ ഇടം കിട്ടുന്നിടത്താണ്, കലവില വെക്കുവാൻ സംസാരിക്കാൻ ഇടം കിട്ടുന്നിടത്താണ് നമ്മുടെ കൂടിവരവുകൾ സന്തോഷമുള്ളതായി മാറുന്നത് എന്ന് മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേദഭാഗത്തെ മീറ്റ്
meeting of two testimonials of God's promises. ദൈവിക വാഗ്ദാനങ്ങൾ നിറവേറപ്പെട്ട രണ്ട് സ്ത്രീകളുടെ സാക്ഷ്യമാണ് അവിടെ നടന്നത് ആ സേവ്യ സംഘത്തിൽ. രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച്. രണ്ടുപേരും വയറ് കാണൽ ചടങ്ങാണ്. ആരെയാണ് ഉദരത്തിൽ വഹിക്കുന്നത്? ലോകം അപമാനം പറയുമ്പോൾ, ലോകം സാധ്യതകളിൽ എന്ന് പറയുമ്പോൾ, ദൈവിക ഇടപെടലുകൾ നമ്മളിൽ കൂടെ എന്ന് സാക്ഷ്യം പറയുന്ന കൂടിവരവുകളാണ് മറിയയുടെയും എലിസബത്തിന്റെയും സംഗമത്തിൽ കൂടെ നാം കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂടിവരവുകളിൽ എവിടെ നിൽക്കുന്നു? പള്ളിയിൽ വരുന്നവർ തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആ വഴി മടങ്ങിപ്പോകുന്നവരുണ്ട്. പരസ്യം വായന കേൾക്കത്തില്ലെന്ന് നിർബന്ധത്തോടെ വരുന്നവർ ഈ കാര്യത്തിലുണ്ട്. പരസ്യം വായന എന്റേതല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അന്നേരം ഒരു 10-15 മണ്ടന്മാർ, സ്ത്രീകൾ പുരുഷന്മാർ 11:30 ആരാധന കഴിഞ്ഞ് 12:15 വരെ പള്ളി മുറ്റത്തുണ്ട്. ചുമ്മാ പത്താരൊക്കെ പറഞ്ഞിട്ട് പോകും. നിങ്ങൾ ഇവിടെ നിന്ന് അറിയാം. Can we transform our meeting places? നമ്മുടെ കൂടിവരവുകളെ അർത്ഥപൂർണ്ണമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ആർക്കാണ് ഇത് അർത്ഥപൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കുന്നത്? കൂടി വരുമ്പോൾ പരിഭവം പറയുന്നവർക്കല്ല, കൂടി വരുമ്പോൾ കുറ്റം പറയുന്നവർക്കല്ല, അസത്യം വിളമ്പി മറ്റുള്ളവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നവർക്കുമല്ല, വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുമല്ല, അസത്യങ്ങൾ പ്രചരിപ്പിച്ച് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കുമല്ല ഈ തരത്തിലുള്ള മീറ്റിംഗ് പ്ലേസസ് മീനിംഗ്ഫുൾ ആക്കാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ആലയത്തിൽ നാം ആരാധനയെ സംബന്ധിക്കുമ്പോൾ എന്റെ വചനം കേട്ടിട്ട് നിങ്ങൾ മടങ്ങിപ്പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ കൂടിവരവുകൾ സമൃദ്ധമാകുന്നത്, നമ്മുടെ കൂട്ടായ്മകൾ സമൃദ്ധമാകുന്നത് ദൈവജനത്തിന്റെ വിനയവും ദൈവജനത്തിന്റെ സ്നേഹവും ദൈവജനത്തിന്റെ ഇടപെടലുമാണ് നമ്മുടെ കൂടിവരവുകളെ അർത്ഥപൂർണ്ണമാക്കുന്നത്. അത് നമുക്ക് സാധിക്കാതെ പോകുന്നതെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവേ, അത് എന്റെ കുറവാണ് എന്ന് ദൈവസ്ഥാനത്തിൽ സമ്മതിക്കാനിടയായി. ഈ സ്ത്രീകൾ പ്രവാചകന്മാർ മുൻപ് കൂട്ടി പ്രവചിച്ച 2 ജനനത്തിന് വേണ്ടിയുള്ള ഗർഭം വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് അപമാനമാണില്ല. അവർ പറയുകയാണ്, നമുക്ക് മുഴുവൻ അപമാനിക്കാനും കുറ്റം പറയാനുള്ള കാര്യങ്ങളെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ രുചിച്ചറിഞ്ഞതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെന്ന് പങ്കുവയ്ക്കണ്ടേ? നിങ്ങൾ പരസ്പരം പറയണ്ടേ അത്? അല്ലാതെ ഫോൺ എടുത്ത് വിളിച്ച് എന്തെല്ലാമാണ് നാം പറയുന്നത്? ദൈവം നടത്തിയതിന് സ്തോത്രം പറയാനല്ലേ ദൈവം മക്കളായി നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവം നടത്തിയ വിധങ്ങളെ മറന്നത് കൊണ്ടല്ലേ നമ്മൾ വീണ്ടും പഴയ വഴിയിലേക്ക് പോകുന്നത്. രോഗസൗഖ്യം നാം മറന്നില്ലേ? ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നമുക്ക് സൗഖ്യം തന്നിട്ടില്ലേ? എവിടോട്ടാണ് നമ്മുടെ യാത്രയിൽ നാം ചോദ്യം ചെയ്തിരിക്കുന്നത്? ജേർണി ഫ്രം ഷെയിംഫുൾ എക്സ്പീരിയൻസ് ടു ദ ഗ്ലോറിഫൈഡ് എക്സ്പീരിയൻസ്. ദൈവ മഹത്വത്തിലേക്കുള്ള യാത്രയ്ക്കായിട്ടാണ് ദൈവജനത്തിനെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യമുണ്ടെങ്കിലേ വിശ്വാസ ജീവിതം ഫലകരമായി നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി നമ്മുടെ കൂടിവരവുകൾ, കൂട്ടായ്മകൾ, നമ്മുടെ സംഗമങ്ങൾ നാം പരസ്പരം കാണുന്നത് കുറ്റം പറയാനായിട്ടല്ല, സഹോദരന്റെ സഹോദരികളെ കുറ്റം പറയാനായിട്ടല്ല. അതൊക്കെ അവിടെ നിന്നോട്ടെ, അതൊക്കെ വീട്ടിലിരുന്നോട്ടെ. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറഞ്ഞ് സ്തോത്രം എന്ന് പറയുവാനായിട്ടുള്ള ദൈവാനുഭവമായി നമ്മുടെ ആരാധനകൾ മാറേണ്ടിയിരിക്കുന്നു. മറിയയും എലിസബത്തും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഗോഡ്സ് ഇന്റർവെൻഷൻ ത്രൂ ദ ഓവർലുക്ഡ് പീപ്പിൾ. ഓവർലുക്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട ആളുകൾ. ദൈവിക ഇടപെടലുകൾ അവഗണിക്കപ്പെട്ട ആളുകളിലൂടെ എന്ന് പറഞ്ഞാൽ നാം ആട്ടിപ്പായിച്ച ആളുകളിലൂടെ ദൈവിക ഇടപെടൽ. നിങ്ങൾ വിശ്വസിക്കുമോ? ചില നാളുകൾക്ക് മുമ്പ് മലയാള മനോരമയിൽ ഒരു ക്രിസ്മസിനോ ഈസ്റ്ററിനോ ആണെന്ന് തോന്നുന്നു ഒരു കന്യാസ്ത്രീ ബോംബെയിലെ അനുഭവം എഴുതി ഞാൻ വായിച്ചു നോക്കുന്നു. ആ സ്ത്രീ പറയുന്നത്,
1985 ആ കാലഘട്ടത്തിൽ ബോംബെയിൽ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ അവരുടെ മഠവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ ഗവൺമെന്റ് അപ്രൂവലിന് വേണ്ടി ഒരു സ്ഥാപനം തപ്പി നടക്കുകയാണ് രാവിലെ 10 മണി മുതൽ. അന്ന് GPS ഇല്ല, ഫോൺ വിളിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. എവിടെയാണ് ഈ 2 കന്യാസ്ത്രീകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ അതിന്റെ പരിസരങ്ങളിൽ അലഞ്ഞിരുന്ന് നടക്കുകയാണ് ഈ സ്ഥാപനം അന്വേഷിച്ചത്. കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വൈകിട്ട് 4 മണിയായപ്പോൾ ഇവരെ പല പ്രാവശ്യം ആ തെരുവുകളിൽ കണ്ട, പല പ്രാവശ്യം ആ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് കണ്ട, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച, കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ അവരെ അരികെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ചോദിക്കുന്ന മനുഷ്യൻ നല്ല സുബോധമില്ലാത്തയാളെന്നാണ് തെരുവിലെ കടക്കാർ പറയുന്നത്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥാപനമാണ് അന്വേഷിക്കുന്നത്, എന്റെ കൂടെ വരിക, ഞാൻ കാണിച്ചു തരാം. അന്ന് 5 മണിക്ക് മുൻപ് തന്നെ ഓഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ഈ കാര്യം നിർവഹിച്ചിട്ട് അവർ മടങ്ങിപ്പോകുമ്പോൾ അടുത്ത ഈസ്റ്ററിനാണെന്ന് തോന്നുന്നു മലയാള മനോരമയിലെ കന്യാസ്ത്രീ എഴുതി, സൺഡേ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ദൂതന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അരൂപിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ചില രൂപങ്ങൾ എന്റെ മനസ്സിലുണ്ട്. എന്നാൽ ആദ്യമായി ദൈവദൂതനെ ഒരു മാനസിക സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനിൽ ദൈവദൂതനെ എനിക്ക് ആദ്യമായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ആ കന്യാസ്ത്രീ അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവദൂതന്മാർ, ദൈവത്തിന്റെ മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണക്കാരിലൂടെയാണ്. A normal human being can be a messenger of God. A normal human being can be a messenger of God. ഒരു സാധാരണക്കാരന് ദൈവത്തിന്റെ ദൂതനായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്നവർ, അവർക്കൊരു നിർവചനം കൂടെ നൽകി ഞാൻ അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്നയാൾ, നമ്മുടെ തോട്ടത്തിൽ ടാപ്പിങ്ങിന് വരുന്നയാൾ നമുക്കൊരു സാധാരണക്കാരനാണ്. എന്നാൽ അവൻ ഭവനത്തിൽ വൈകിട്ട് അരിയുമായി ചെല്ലുമെന്ന് കാത്തിരിക്കുന്ന ഒരു ഭാര്യയുണ്ട്, അവർക്ക് ദൈവമാണ്. നാം കൊടുക്കുന്ന 500 രൂപയിൽ നിന്ന് 100 രൂപ മരുന്ന് വാങ്ങാൻ അവന്റെ ഭാര്യയുടെ സഹോദരിക്ക് ചെല്ലുമ്പോൾ ദൈവദൂതനാണിവൻ. അതുകൊണ്ട് മറന്നു പോകരുത്, നാം ചുറ്റും കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും അവന്റെ ചുറ്റുമുള്ള ലോകത്തിലെ വലിയ മനുഷ്യനാണ്. മനസ്സിലായോ? നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും, ഓരോ സാധാരണക്കാരനും അവന്റെ ലോകത്തിലെ, അല്ലെങ്കിൽ അവന്റെ ഭവനത്തിലെ, അവന്റെ പരിസരത്തിലെ ദൈവമാണവൻ, അവിടുത്തെ മാലാഖയാണവൻ. അതുകൊണ്ട് നാം അവനെ സാധാരണക്കാരനായി കാണരുത്. God's intervention through the normal people, ordinary people, സാധാരണക്കാരിലൂടെയാണ് ദൈവം തമ്പുരാൻ ഇടപെടുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ വളരെ സാധാരണക്കാരായ 2 സ്ത്രീകൾ, ദൈവമല്ലാതെ ആശ്രയം ആരുമില്ല എന്ന് പറയുന്ന മറിയ, ദൈവത്തിന് പോലും സാധ്യതകൾ ഇല്ലാതെ പോയി എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന എലിസബത്തും കൂടി കാണുമ്പോൾ അപമാനത്തിൽ നിന്ന് മാനത്തിലേക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് അവർ എത്തിച്ചിരിക്കണം. ശക്തനായവനെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ ദരിദ്രന്മാരെ ബലവാന്മാരെ സിംഹാസനം മറച്ചിട്ട് താണവരെ ഉയർത്തിയിരിക്കുന്നു, അല്ലെ? കുപ്പയിൽ കിടന്നവരെ അവൻ ഉയർത്തിയിരിക്കുന്നു, കടാക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മറിയയുടെയും എലിസബത്തിന്റെയും ജീവിതമാണ് നമുക്കിവിടെ കാണുന്നത്. ഞാൻ വാക്ക് അവസാനിപ്പിക്കും. അറബിയുടെ നാട്ടിൽ പോയവർക്ക് അറിയാമെന്ന് പറഞ്ഞത് റഹീം എന്ന് പറയുന്നതിന് 2 അർത്ഥമാണ്. ഒന്ന്, മദേഴ്സ് വൂം. റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അമ്മയുടെ ഗർഭപാത്രം കൊണ്ടാണ്. അതിനൊരു പദം കൂടെ, മേഴ്സി എന്നൊരു പദമുണ്ട്, കരുണ എന്നർത്ഥം. അപ്പോൾ അറബിൽ റഹീം എന്ന് പറഞ്ഞാൽ കരുണയെന്നുമുണ്ട്, അമ്മയുടെ ഉദരം അല്ലെങ്കിൽ ഗർഭപാത്രം എന്നുമുണ്ട്.
ഈ പദം അറബി പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കുഞ്ഞു വളരുന്നതിനനുസരിച്ച് വികാസം പ്രാപിക്കുന്ന ഒരു ഓർഗനാണ് ഗർഭപാത്രം. 6 കിലോ ഉള്ള കുഞ്ഞുണ്ടായാലും അതിന് തക്കതായിട്ട് ഗർഭപാത്രം അങ്ങ് നമ്മൾ എവിടെ കിടന്നടാ അതിനുള്ളതൊക്കെ ഉണ്ട്. അതേ പദമാണ് മേഴ്സി, കരുണ എന്ന് പറയുന്നത്. ദൈവ കരുണ. ജീവിതത്തിൽ കരുണ വർദ്ധിക്കുന്നതിനനുസരിച്ച്, ദൈവത്തിന്റെ കരുണ പ്രാപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതവും വികാസം പ്രാപിക്കും, നമ്മുടെ ഹൃദയവും വിശാലമാകും, നമ്മുടെ മനസ്സ് വിശാലമാകും. ഇത് ദൈവത്തിൽ നിന്നുള്ള കരുണയെല്ലാം പ്രാപിക്കുകയും ചെയ്യും. യാതൊരു ഗുണവുമില്ലാത്തവരായി നമ്മൾ മാറുകയും. എത്രയോ വീഴ്ചകളിൽ ദൈവം നമ്മളെ സംരക്ഷിച്ചിരിക്കുന്നു. കാലിനെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവമേ സ്തോത്രമെന്ന് കൂട്ടായ്മയിൽ പറയുന്നതേ ഉള്ളൂ. ഈ കരുണ ആരോടും ജീവിതത്തിൽ കാണിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി വിളിക്കപ്പെട്ട 2 സ്ത്രീകൾ, അവരെ കുറിച്ച് പറയുന്നു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതോടുകൂടെയാണ് പറയുന്നത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉദരഫലം അനുഗ്രഹിക്കപ്പെടണം. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് ലോകം പറയുവാനായിട്ട് ഇടയാക്കി. മറിയ ബന്ധപ്പെട്ട് ചെന്നു എന്നാണ് പറയുന്നത്. ഹേസ്റ്റി എന്നൊരു ഇംഗ്ലീഷ് പദം, ഹറീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് പുസ്തകത്തിൽ. തിടുക്കത്തിൽ ചെന്നു എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ തിടുക്കത്തിൽ ഇറങ്ങി വന്ന ഒരു മനുഷ്യനെ ഉള്ളു. ആരാണെന്നറിയാമോ? സക്കായി. തിടുക്കത്തിൽ ഇറങ്ങുന്ന ഒരു മനുഷ്യൻ, അതൊക്കെ എനിക്കറിയാം. സക്കായി. എന്താ വിഷയം? തിടുക്കത്തിൽ എന്തിനാ ഇറങ്ങി വന്നത്? കർത്താവിനെ കാണാനായിട്ടുള്ള വാഞ്ചയിലാണ് ഇറങ്ങി വരുന്നത്. കർത്താവിനെ കാണാനുള്ള വാഞ്ച. മറിയ എന്തിനാ തിടുക്കത്തിൽ പോയത്? ഈ സന്തോഷം, ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഒന്ന് പങ്കുവയ്ക്കണം. എലിസബത്തിനെ ദൈവം അനുഗ്രഹിച്ച ആ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരണം. എന്നാൽ അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എങ്കിലും, ഇതൂടെ കേട്ടോ, ഞങ്ങളെ ബാധിക്കുന്നതല്ല എങ്കിലും ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങളെ കുറ്റം പറയുന്ന ആളുകളുടെ മധ്യത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് വളർന്നു വരുവാനുള്ള ശ്രമവുമാണ് എലിസബത്ത് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ലോകത്തിന്റെ കുറ്റപ്പെടുത്തൽ ഞങ്ങളെ ബാധിക്കുന്നതല്ല എങ്കിലും, എലിസബത്തിനെ ലെവലേശം ബാധിക്കുന്നില്ല എങ്കിലും, മറിയെ ലെവലേശം ബാധിക്കുന്നില്ല എങ്കിലും, അവരുടെ സംഗമം, കൂടിവരവ്, the shameful experience to the glorified experience, ദൈവ മഹത്വീകരണത്തിനായി തീരുന്ന അനുഭവത്തിലേക്ക് അവർ എത്തപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ. കർത്താവേ, നീ ഞങ്ങളെ എത്രയോ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവ കരുണയാണല്ലോ ഞങ്ങൾ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത്. എത്രയോ വീഴ്ചകളിൽ നിന്ന്, താഴ്ചകളിൽ തമ്പുരാനെ നിന്റെ കരം ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവ കരുണയ്ക്കനുസൃതമായി ഈ ഉദരം വളരാതെ പോയത്, മനസ്സ് വളരാതെ പോയത്, ശരീരം വളരാതെ പോയത്, അതിന്റെ തലത്തിലേക്ക് ഞങ്ങൾ ഉയരാതെ പോയത് കുറവുണ്ട്. കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ സ്പർശിച്ച് മടക്കിയേക്കും. കർത്താവേ, ഞങ്ങളുടെ കൂടിവരവുകൾ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി ഇതാ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. 2 ടെസ്റ്റിമോണിയൽസ്, 2 പേരുടെ സാക്ഷ്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാൻ. തമ്പുരാൻ നമ്മളെ മാനിക്കട്ടെ. സ്ത്രീകളിൽ നീ ഭാഗ്യവതി, പുരുഷന്മാരിൽ നീ ഭാഗ്യവാൻ എന്ന് പറയുന്ന ദൈവിക അരുളപ്പാട് നമുക്ക് ലഭ്യമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. താല്പര്യമുള്ളവരാണ്